എന്താ വെച്ചാൽ സുഖമല്ലായിരിക്കും. ഇന്നലെ ഫിഫ വേൾഡ് കപ്പിൽ 2 കിടില മത്സരം നടന്നു. ആദ്യ മത്സരം ഫ്രാൻസ് വേഴ്സസ് സെനഗൽ, രണ്ടാമത്തെ മത്സരം അർജന്റീന വേഴ്സസ് അൾജീരിയ. ഒരു മാസ് ക്ലാസ് പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ മത്സരം മാസമായിരുന്നു. രണ്ടാമത്തെ മത്സരം എൻ്റെ അഭിപ്രായത്തിൽ ക്ലാസ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം അർജന്റീന അവരെന്താന്നുള്ളത് ഫുട്ബോൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതാണ് രണ്ടാമത്തെ മത്സരം. നമുക്ക് ആദ്യ മത്സരത്തിൽ കയറാം. സമനിലയായ ആദ്യ പകുതി, അതായത് സെനഗൽ സ്കോർ ചെയ്യേണ്ടിടത്ത് ഒരു സ്കോർ ചെയ്യാതെ പോയ ആദ്യ പകുതി, ഈസി ആയിട്ട് കിട്ടിയ 3 ചാൻസ് അവർ പുറത്തേക്ക് അടിച്ചു കളഞ്ഞപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ആ മത്സരത്തിൻ്റെ റിസൾട്ട് തന്നെ അവർക്ക് എതിരാവുന്നുള്ളത്. ഗോൾ ചെയ്ത സമനില ആദ്യ പകുതി. രണ്ടാമത്തെ പകുതിയുടെ 21ാമത്തെ മിനിറ്റിൽ എംബപ്പെ ഫ്രാൻസിനെ മുന്നിലേക്ക് എത്തിയിരുന്നു. അവിടെ കഴിഞ്ഞില്ല. ഒരു 16 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബക്കോള ഫ്രാൻസിന് രണ്ടാമത്തെ ഗോൾ അടിച്ച് 2-0 എന്നുള്ള ശക്തമായ നിലയിലേക്ക് എത്തിക്കുന്നു. 2-0 കളി അവസാനിക്കും എന്ന് വിചാരിച്ച് നിൽക്കുന്നിടത്താണ് സെനഗലിൻ്റെ ആദ്യ ഗോൾ വരുന്നത്. 95ാമത്തെ മിനിറ്റിൽ എംബായെ സെനഗലിനെ 2-1 എന്നുള്ള ആ ഒരു ഗോൾ നിലയിലേക്ക് എത്തിക്കുകയാണ്. 2-2 ആക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എംബപ്പേരെ ഒരു മാസ്മരിക ഒരു ഗോള്. ആദ്യത്തെ ഗോള് ക്ലാസ് ഗോള്, ചിന്തിക്കാനായിട്ട് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ്പർ ചിന്തിക്കുന്നതിന് മുന്നേ ബോൾ വലയിലെത്തി. ബക്കോള അടിച്ച ഗോള് അതും ഒരു രക്ഷയില്ലാത്ത ഗോളാണ്. പക്ഷെ സമനിലയിൽ കലാശിക്കുമെന്ന് വിചാരിച്ചുള്ള ആ ഒരു പ്രതീക്ഷ വന്ന സെനഗലിനെ പടു പരാജയത്തിലേക്ക് തള്ളിയിടണതായിരുന്നു എംബപ്പെ അടിച്ച 3ാമത്തെ ഗോള്. ഒരു മിന്നൽ വെട്ടിച്ചില് സാധനം. അങ്ങനെ ഫ്രാൻസ്, അതായത് നിലവിലെ റണ്ണർപ്പുകളായിട്ടുള്ള ഫ്രാൻസ് 3-1 അവിടെ കളി ജയിക്കുന്നു. ഇനി എംബപ്പെ തൻ്റെ മാസ് കാണിച്ച് അവിടെ ഫ്രാൻസ് കളി ജയിക്കുന്നു. ഇനി ക്ലാസ്സിലേക്ക് വരാം. അർജന്റീന അൾജീരിയനെ നിഷ്പ്രഭമാക്കണ കാഴ്ചന് നമുക്ക് കാണാനായിട്ട് പറ്റിയത് ആദ്യ പകുതിയുടെ 17ാമത്തെ മിനിറ്റിൽ മെസ്സിയിൽ കൂടെ ഒരു സൂപ്പർ ഗോള്. എല്ലാവരും ഫുട്ബോൾ വിദഗ്ധർ പറഞ്ഞിരുന്നത് അൾജീരിയക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലെജൻഡായിട്ടുള്ള സിനദിൻ സിദാൻ്റെ മകൻ ലൂക്ക സിദാനാണ് ഗോൾ കീപ്പ് ചെയ്യണത്. അപ്പോൾ സിദാൻ്റെ മകൻ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് കാത്തിരിക്കുകയായിരുന്നു ഫുട്ബോളിലൊക്കെ. ആ പോസ്റ്റിലേക്ക് മെസ്സി ആദ്യ ഗോള് 16ാമത്തെ മിനിറ്റിൽ. അവിടെ കഴിഞ്ഞില്ല. 1-0 ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. രണ്ടാമത്തെ പകുതിയിലെ 60ാമത്തെ മിനിറ്റിൽ, അതായത് രണ്ടാം പകുതിയിലെ 15ാമത്തെ മിനിറ്റിൽ, കൃത്യം 15ാമത്തെ മിനിറ്റിൽ മെസ്സി രണ്ടാമത്തെ ഗോൾ അടിക്കുന്നു. അത് റീബൗണ്ടായിരുന്നു. ഒരു അടിപൊളി ഷോട്ട്. അദ്ദേഹത്തിന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ മെസ്സി റീബൗണ്ട് വന്നപ്പോൾ ഈസി ആയിട്ട് അത് വലയിലേക്ക് എത്തിക്കുന്നു. 3ാമത്തെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുന്ദര മഴവില്ല് പോലത്തെ ഒരു സാധനം. എന്തെന്ന് പറയാം, നമ്മളൊക്കെ ഇതാണ് മെസ്സിയുടെ ക്ലാസ് എന്നുള്ളത് ശരിക്കും നമുക്ക് കാണിച്ചു തരണ അങ്ങനത്തെ ഒരു റോമാഞ്ചിഫിക്കേഷൻ ഗോളായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ഗോൾ അടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മെസ്സി ഈ വേൾഡ് കപ്പിലെ ആദ്യ ഹാട്രിക്കും പ്ലസ് മിറോസോവ് ക്ലോസയുടെ 16 ഗോൾ എന്നുള്ള, അതായത് വേൾഡ് കപ്പിൽ 16 ഗോൾ അടിക്കുന്ന, ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ആ റെക്കോർഡിൻ്റെ പൊത്തുന്നു. കിട്ടില്ല മത്സരങ്ങൾ രണ്ടും. ഇനി ഇതുപോലത്തെ മത്സരങ്ങൾ കാണാനായിട്ട് നമുക്ക് പറ്റട്ടെ. അടിപൊളി. സത്യത്തിൽ ഞാൻ ഒരു ഇംഗ്ലണ്ട് ഫാനാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ മത്സരങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ എണീറ്റ് നിൽക്കുക.